ഒരു ചെറിയ വ്യത്യാസം നിങ്ങളുടെ സ്വഭാവത്തിൽ വരുത്തിയാൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ചെറിയ മാറ്റം എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ പൂർണ്ണമായി കാണുക. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ നമുക്ക് വലിയ താല്പര്യമുണ്ടായിരിക്കും. ഇതേ ഇഷ്ടം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് പൂർണ്ണമായ താല്പര്യത്തോടെയും ഫോക്കസോടുകൂടിയും പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള ഇഷ്ടത്തിനെയാണ് സെൽഫ് ലവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെൽഫ് ലവ് എന്താണെന്നും അതെങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടതെന്നും മനസ്സിലാക്കാൻ ഈ വീഡിയോയിലെ 5 സ്റ്റെപ്പുകൾ പ്രാക്ടീസ് ചെയ്യുക. അതിൽ 5ാമത്തെ സ്റ്റെപ്പ് വളരെ ശ്രദ്ധയോടെ ചെയ്യാൻ ശ്രമിക്കുക. സെൽഫ് ലവ് പ്രാവർത്തികമാക്കാൻ ആദ്യം വേണ്ട സ്റ്റെപ്പ് നിങ്ങൾ നിങ്ങളോട് തന്നെ ക്ഷമിക്കുക എന്നുള്ളതാണ്. സെൽഫ് ഫോർഗീവ്നെസ് പ്രാവർത്തികമാക്കാൻ 2 മാർഗങ്ങൾ നമ്മളിപ്പോ പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ചെയ്തു പോയ തെറ്റ് എന്താണ് എന്ന് ഒറ്റ വാചകത്തിൽ ഒരു പേപ്പറിൽ എഴുതുക. ഇനി 3 ചോദ്യങ്ങൾക്ക് അതിൽ ഉത്തരം എഴുതണം. 1ാമത്തെ ചോദ്യം, ഈ സംഭവിച്ച തെറ്റിൽ എന്റെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന കാര്യം എന്താണ്? ഉദാഹരണത്തിന് നിങ്ങൾ ആരോടെങ്കിലും വളരെ പരുഷമായ ഭാഷയിൽ സംസാരിച്ചതാണെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ഇമോഷണലി റിയാക്ട് ചെയ്തു എന്നതാണ് നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യമായി എഴുതേണ്ട ഉത്തരം. 2ാമത്തെ ചോദ്യം, എന്താണ് എന്റെ നിയന്ത്രണത്തിന് അതീതമായിട്ട് ഉണ്ടായിരുന്നത്? ഉദാഹരണത്തിന് നിങ്ങൾ പരുഷമായ ഭാഷയിൽ സംസാരിച്ച ആ സാഹചര്യത്തിൽ മറ്റേ ആളുടെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യമില്ലായിരുന്നു എന്നത് നിങ്ങളുടെ നിയന്ത്രണത്തിന് അപ്പുറത്തുള്ള ഒരു സംഭവമായിരുന്നിരിക്കാം. 3ാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ചോദ്യം, ഇനി ഇത്തരം സാഹചര്യത്തിൽ എന്ത് വ്യത്യാസമാണ് ഞാൻ വരുത്താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. പരുഷമായ ഭാഷയിൽ സംസാരിക്കുന്നതിന് മുമ്പായി 10 മിനിറ്റെങ്കിലും ഞാൻ സമയമെടുക്കും. അല്ലെങ്കിൽ എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ വശം എന്താണ് എന്ന് മനസ്സിലാക്കാൻ പൂർണ്ണമായും അദ്ദേഹത്തോട് സംസാരിച്ച് ബോധ്യപ്പെടും. ഇത്തരത്തിൽ എന്ത് മാറ്റമാണോ നിങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നത് അത് ഒറ്റ വാചകത്തിൽ 3ാമത്തെ ചോദ്യത്തിന് ഉത്തരമായി എഴുതുക. നടന്നുപോയ ഈ സംഭവത്തെക്കുറിച്ച് ഇത്രയും ക്ലാരിറ്റി നിങ്ങൾക്ക് വരുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് ആ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പശ്ചാത്താപം കുറയുന്നതായി കാണാൻ സാധിക്കും. ഇനി ചെയ്യേണ്ടത് ആ തെറ്റിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുക. ആ തെറ്റിൽ നിന്ന് പഠിക്കേണ്ട പാഠം എന്താണെന്ന് മനസ്സിലാക്കുക. ഈ തെറ്റിൽ നിന്ന് ഞാൻ ഈ പാഠം പഠിക്കുന്നു, ഇതിൽ നിന്നുള്ള പശ്ചാത്താപം അല്ലെങ്കിൽ കുറ്റബോധം ഞാൻ ഒഴിവാക്കുന്നു എന്ന് സ്വയം പറയുക. അതിനുശേഷം ആ പേപ്പർ കത്തിച്ചു കളയുക. ഈ സൈക്കോളജിക്കൽ മെത്തേഡിനകത്ത് വർക്ക് ചെയ്യുന്നത് 3 പ്രധാന ഘടകങ്ങളാണ്. 1 അക്സെപ്റ്റൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, 2 എക്സ്ട്രാക്ഷൻ ഓഫ് എ ലെസൺ, 3 റിലീസ് ഓഫ് ഗിൽറ്റ്. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നതിൽ 2ാമത്തെ രീതി നിങ്ങൾ നിങ്ങളെ തന്നെ വിമർശിക്കുന്നത് ആദ്യം നിർത്തുക എന്നുള്ളതാണ്. ഇതിനായി 3 സൈക്കോളജിക്കൽ മെത്തേഡ്സ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതിൽ ആദ്യത്തേത് 3C മെത്തേഡ്, ക്യാച്ച്, ചലഞ്ച്, ചേഞ്ച്. ഇതാണ് 3C മെത്തേഡ്. ക്യാച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന, നിങ്ങളെ തന്നെ വിമർശിക്കുന്ന ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുമ്പോൾ ഉടനെ തന്നെ ആ ചിന്തയെ അഡ്രസ് ചെയ്യുക. ഇപ്പോ ഞാൻ എന്നെ തന്നെ വിമർശിക്കുകയാണോ ഈ ചെയ്യുന്നത് എന്ന് നിങ്ങളോട് തന്നെ സ്വയം ഒരു ചോദ്യം ചോദിക്കുക. 2ാമത്തേത് ആ ചിന്തയെ ചലഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോ ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ഞാൻ എന്നെ തന്നെ മോശക്കാരനായി ചിത്രീകരിക്കുകയാണോ അതോ ഇതൊരു പർട്ടിക്കുലർ ഇൻസിഡന്റിൽ മാത്രം സംഭവിച്ചു പോയ ഒരു കാര്യമാണോ എന്നുള്ളതാണ് ചലഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3ാമത്തേത് ചേഞ്ച് ആണ്. ഞാൻ അന്ന് അങ്ങനെ സംസാരിച്ചു, അത് തെറ്റാണ്, എന്നാൽ മേലിൽ ആവർത്തിക്കാതിരിക്കാനുള്ള പാഠം ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് ചേഞ്ച് ചെയ്യുക. സ്വയം വിമർശനം നിർത്തുക എന്നുള്ളതിന്റെ മറ്റൊരു മെത്തേഡാണ് ബെസ്റ്റ് ഫ്രണ്ട് ടെസ്റ്റ്. അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ വിമർശിച്ചുകൊണ്ട് മനസ്സിലൊരു ചിന്ത കൊണ്ടുവരുമ്പോൾ ഞാൻ എന്തൊരു മോശം മനുഷ്യനാണ് എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുകയാണെങ്കിൽ ഉടനെ ഇങ്ങനെ ഒരു തെറ്റ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ചെയ്താൽ അവനോട് നീ എന്തൊരു മോശം മനുഷ്യനാണ് എന്ന് ഞാൻ ചോദിക്കുമോ? അതിൽ എത്രമാത്രം കമ്പാഷൻ അഥവാ അനുകമ്പ കലർത്തിയിട്ടുണ്ടാകും എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ ഓർക്കുക. സ്വയം വിമർശനത്തിൽ ഒഴിവാക്കേണ്ട 3ാമത്തെ കാര്യം ലേബൽസ് ഒഴിവാക്കി ഫാക്ട്സ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു മോശം മനുഷ്യൻ എന്ന് ലേബൽ ചെയ്യുന്നതിന് പകരം അന്ന് ആ സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ പ്രതികരിച്ചത് കുറച്ച് ഇമോഷണലായ ഒരു പ്രതികരണമായി പോയി എന്ന് മാറ്റി ചിന്തിക്കുന്നതാണ് ലേബൽസ് ഒഴിവാക്കി ഫാക്ട്സ് കൊണ്ട് ആ ചിന്തയെ മാറ്റിയെടുക്കുന്ന രീതി. സെൽഫ് ലവ് പ്രാക്ടീസിലെ 3ാമത്തെ മാർഗമാണ് ട്രീറ്റ് യുവർ സെൽഫ് വിത്ത് കമ്പാഷൻ. അതായത് സ്വന്തമായി തന്നെ അനുകമ്പയോടുകൂടി അനുഭാവപൂർവ്വം പെരുമാറാനും സംസാരിക്കാനും ശ്രമിക്കുക. ഇതിനായി ചെയ്യാൻ കഴിയുന്ന വളരെ ലളിതമായ 3 മാർഗങ്ങളാണ്. 1 ഹാൻഡ്സ് ഓൺ ഹാർട്ട് മെത്തേഡ്. അതായത് നിങ്ങളുടെ കൈ നിങ്ങളുടെ ഹൃദയഭാഗത്ത് വെച്ചതിന് ശേഷം സാരമില്ല എന്ന് സ്വയം ആശ്വസിപ്പിക്കുന്ന രീതി. 3 ഇഡിയറ്റ്സ് എന്നൊരു സിനിമയിൽ ഇതേ മാർഗം ഓൾ ഈസ് വെൽ എന്ന് പറയുന്ന ഒരു വാചകത്തോടു കൂടി അവർ ഉപയോഗിച്ച് കാണുന്നത് ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ട്രീറ്റ് യുവർ സെൽഫ് വിത്ത് കമ്പാഷനിലെ അടുത്ത മാർഗം 2 മിനിറ്റ് റീസെറ്റ് മെത്തേഡാണ്. അതായത് നിങ്ങൾ വളരെ കുറ്റബോധത്തിലും വളരെ സ്ട്രെസ്സിലേക്കും പോവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം 2 മിനിറ്റ് നേരത്തേക്ക് നിർത്തിവെക്കുകയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി 2 മിനിറ്റ് ചെലവഴിക്കുകയും ചെയ്യുക. ഒരു ചായ കുടിക്കാം, അല്ലെങ്കിൽ ഒരു സുഹൃത്തിനോട് അല്പനേരം സംസാരിക്കും,
അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുകയോ എന്തെങ്കിലും ചെയ്തുകൊണ്ട് 2 മിനിറ്റ് റീസെറ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ആ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളെ കുറിച്ച് ആലോചിക്കുക. സെൽഫ് ലവ് പ്രാക്ടീസിലെ 4ാമത്തെ മാർഗം സ്റ്റോപ്പ് കമ്പയറിംഗ് യുവർ സെൽഫ് വിത്ത് അതേഴ്സ് എന്നുള്ളതാണ്. അതായത് നമ്മൾ നമ്മളെ മറ്റുള്ളവരോട് താരതമ്യം ചെയ്യുന്നത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഒന്ന്, ട്രിഗേഴ്സ് ലിമിറ്റ് ചെയ്യുക. അതായത് നിങ്ങളെ തന്നെ മറ്റുള്ളവരോട് കമ്പയർ ചെയ്യുന്ന ട്രിഗറുകൾ ഉണ്ടല്ലോ. സോഷ്യൽ മീഡിയ വഴി കാണുന്ന ഫോട്ടോകളായിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും അവരുടെ വിജയത്തെ കുറിച്ച് ഇടുന്ന ഒരു പോസ്റ്റ് ആയിരിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മറ്റുള്ളവരോട് കമ്പയർ ചെയ്യുന്നതിനുള്ള ട്രിഗേഴ്സ് ആയി മാറുകയാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അത്തരം ട്രിഗേഴ്സ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തുക. ആവശ്യമില്ലാത്ത അക്കൗണ്ടുകളുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് ടേൺ എൻവി ഇൻടു ഇൻസ്പിറേഷൻ എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് മറ്റൊരാളോട് ഒരു അസൂയ തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ മറ്റൊരാളോട് കമ്പയർ ചെയ്ത് എനിക്കത് സാധിച്ചില്ലല്ലോ എന്ന് അസൂയപ്പെടുന്നതിന് പകരം അയാൾക്കത് സാധിച്ചെങ്കിൽ അത് സാധിക്കാനുള്ള എല്ലാ സാധ്യതയും എന്റെ മുമ്പിലും നിലനിൽക്കുന്നു എന്നും ഇത് എനിക്കും എത്തിപ്പിടിക്കാവുന്ന ഒരു വിജയമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് ടേൺ എൻവി ഇൻടു ഇൻസ്പിറേഷൻ, അസൂയയെ പ്രചോദനമായി കൺവേർട്ട് ചെയ്യുന്ന രീതി. ഇതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്. അത് താഴെ കമന്റ്സിൽ പിൻ ചെയ്തിട്ടേക്കാം. മറ്റുള്ളവരുമായുള്ള താരതമ്യം ഒഴിവാക്കുന്നതിനുള്ള മറ്റൊരു മാർഗം ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് നമുക്കിപ്പോ ലഭിച്ചിരിക്കുന്ന വിജയങ്ങളിൽ, ഇപ്പോ ലഭിച്ചിരിക്കുന്ന ഭാഗ്യങ്ങളെ ഓർത്ത് സന്തോഷിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ മറ്റുള്ളവരോട് കമ്പയർ ചെയ്ത് മോശമാണ് നമ്മൾ എന്ന് ചിന്തിക്കുന്ന രീതിയിൽ നിന്ന് ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് നമ്മുടെ മാനസിക നിലയെ ഉയർത്താൻ സാധിക്കും. സെൽഫ് ലവ് പ്രാക്ടീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5ാമത്തെ മാർഗം കീപ് പ്രോമിസസ് യു മേക്ക് ടു യുവർ സെൽഫ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ജീവിതത്തിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് നിങ്ങളോട് തന്നെ നിങ്ങൾ ചില പ്രോമിസസ് ചെയ്തിട്ടുണ്ടാവും. അത്തരം പ്രോമിസുകൾ കൃത്യമായി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിൽ ആദ്യത്തേത് വളരെ ചെറിയ ലക്ഷ്യങ്ങൾ ആദ്യം ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് മാറും എന്ന ഒരു പ്രോമിസ് ആണ് നിങ്ങൾ നിങ്ങളോട് ചെയ്തിട്ടുള്ളതെങ്കിൽ നാളെ 5 മിനിറ്റ് നേരം ഞാൻ നടക്കും എന്ന വളരെ ചെറിയ ഒരു പ്രോമിസ് നിങ്ങളോട് ചെയ്യുക. ആ പ്രോമിസ് കൃത്യമായി കീപ്പ് ചെയ്യുക. 2, ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോ ഒരു ചെറിയ പ്രോമിസ് നിങ്ങളോട് ചെയ്തിട്ടുണ്ട്, 5 മിനിറ്റ് ഞാൻ നടക്കും എന്നുള്ളത്. അടുത്ത ദിവസം 5 മിനിറ്റ് നടന്നതിന് ശേഷം അത് എൻജോയ് ചെയ്യുക, സെലിബ്രേറ്റ് ചെയ്യുക. നിങ്ങൾ 5 മിനിറ്റ് നടന്ന് പൂർത്തിയാക്കിയതിനു ശേഷമുള്ള ഒരു സെൽഫി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങളുടെ വിജയം ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തിന് അയച്ചു കൊടുക്കുന്നതായിരിക്കും അത് ഏറ്റവും എളുപ്പമുള്ള രീതി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നതിലെ 5 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളാണ്. നിങ്ങളോട് സ്വയം ക്ഷമിക്കുക, നിങ്ങളെ തന്നെ വിമർശിക്കുന്നത് അവസാനിപ്പിക്കുക, നിങ്ങളോട് തന്നെ അനുകമ്പാപൂർവ്വം പെരുമാറുക, നിങ്ങളെ തന്നെ മറ്റുള്ളവരോട് താരതമ്യം ചെയ്യുന്നത് നിർത്തുക, നിങ്ങളോട് ചെയ്യുന്ന പ്രോമിസുകൾ കൃത്യമായി കീപ്പ് ചെയ്യുക. ഇതാണ് സെൽഫ് ലവ് പ്രാക്ടീസിലെ 5 സ്റ്റെപ്പുകൾ. സെൽഫ് ലവ് ഒരു ജീവിത രീതിയാക്കി മാറ്റിയതിനു ശേഷം വേണം മാനിഫെസ്റ്റേഷനുകൾ സാധിക്കുന്നതിനായി നിങ്ങൾ ശ്രമിക്കേണ്ടത്.